ഒരു പുതിയ വിവാദത്തിന്റെ കാർമേഘം ഉരുണ്ടുകൂടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജലവിഭവ വകുപ്പിനെതിരെ CITU രംഗത്ത് വന്നിരിക്കുന്നു. എന്തിനാണെന്നല്ലേ? കൊച്ചിയിലെ കുടിവെള്ള വിതരണം ഫ്രഞ്ച് കമ്പനിയെ ഏൽപ്പിക്കാനുള്ള പദ്ധതിക്കെതിരെ ടെൻഡർ നടപടികളിലടക്കം ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. ഇന്ന് കൊച്ചിയിൽ ബഹുജന കൺവെൻഷൻ നടത്തുന്ന AITUC INTUC യൂണിയനുകൾക്കൊപ്പമാണ് സമരം. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. ഈ സ്വകാര്യ ഏജൻസിയെ കുടിവെള്ള വിതരണം ഏൽപ്പിക്കാനുള്ളൊരു നീക്കം അതാണിപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. AITUCക്കൊപ്പം INTUCക്കൊപ്പം തന്നെ CITUവും ചേരുകയാണോ? ഇതിൽ എന്താണ് ഈ ഡീലിൽ ഒരു സംശയം ആരോപിക്കുന്നത്? ഈ ഫ്രഞ്ച് കമ്പനി ഏൽപ്പിക്കാനുള്ള നീക്കം അത് തങ്ങളെ തകർക്കും എന്നതാണോ ഈ ട്രേഡ് യൂണിയനുകൾ പറയുന്നത്, പ്രത്യേകിച്ച് ജലവിഭവ വകുപ്പിനെ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് കൊച്ചിയിൽ 24 മണിക്കൂറും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു പദ്ധതിയിലേക്ക് വാട്ടർ അതോറിറ്റി കടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ടെൻഡർ നടപടികളടക്കം പൂർത്തിയാവുകയും ചെയ്തു. ഇനി ക്യാബിനറ്റിൻ്റെ അംഗീകാരം മാത്രമാണ് വേണ്ടത്. ഹൈപ്പവർ കമ്മിറ്റിയുടെ അടക്കം അംഗീകാരവും ലഭിച്ചു കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിലാണ് CIT അടക്കം സമരരംഗത്തേക്ക് വരുന്നത്. ഇന്ന് ബഹുജന കൺവെൻഷനാണ് നടത്താൻ പോകുന്നത്. അതിൽ CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം, ഒപ്പം തന്നെ INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖർ, ഒപ്പം തന്നെ AITUC സംസ്ഥാന സെക്രട്ടറി AITUC സെക്രട്ടറി KP രാജേന്ദ്രൻ എന്നിവരടക്കം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് ഈ കുടിവെള്ള വിതരണം പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ എന്നതാണ്. മറ്റൊരു കാര്യം, ഇതിൽ ടെൻഡർ നടപടികളടക്കം ദുരൂഹതയുണ്ട് എന്നുള്ളതാണ്. ഈ നേരത്തെ എസ്റ്റിമേറ്റ് തുകയേക്കാൾ 23% തുകയ്ക്കാണ് ഇപ്പോൾ ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ ഏൽപ്പിച്ച സ്വകാര്യ കൺസൾട്ടൻസിയിലും വിശ്വാസക്കുറവുണ്ട് എന്നും ഈ തൊഴിലാളി സംഘടനകൾ പറയുന്നുണ്ട്. ഈ 51% ജലനഷ്ടം നിലവിൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഈ കൺസൾട്ടൻസിയുടെ കണ്ടെത്തൽ. എന്നാൽ 30% താഴെ മാത്രമാണ് എന്ന് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. മാത്രവുമല്ല, കേരള കോൺഗ്രസ് M കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ജലവിഭവ വകുപ്പ്. ഈ വകുപ്പിനെതിരെയാണ് CPM-ന്റെയും CPI-യുടെയും തൊഴിലാളി സംഘടനകൾ സമരരംഗത്തേക്ക് വരുന്നത്. അങ്ങനെ മറ്റൊരു വാർത്താ സാധ്യത കൂടി തുറന്നു കിട്ടുകയാണ്. കൊച്ചിയിൽ കേരള കോൺഗ്രസ് M കൈകാര്യം ചെയ്യുന്ന റോഷി അഗസ്റ്റിൻ മന്ത്രിയായിരിക്കുന്ന ജലവിഭവ വകുപ്പിനെതിരെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള സംഘടനകൾ രംഗത്ത് എത്തിയിരിക്കുന്നത്.